സാധാരണഗതിയിലെ പൊതുയോഗങ്ങളിലെ പ്രസംഗങ്ങൾ ഞാൻ അങ്ങേയറ്റം ഭയക്കുന്ന ഒന്നാണ്. കാരണം എന്തുകൊണ്ടും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു വേദിയിൽ നിന്ന് ആളുകളെ അഭിമുഖീകരിച്ച് പ്രസംഗിക്കുക എന്ന് പറയുന്നത് എനിക്ക് തീരെ കൽപ്പിച്ചിട്ടുള്ള ഒരു വിദ്യ അല്ല എന്ന്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഞാൻ ക്യാമറയുടെ പുറകിൽ നിന്നുള്ള പ്രവർത്തനം അധികം നടത്തുന്നത്. എങ്കിലും ഈ ക്യാമറയുടെ പുറകിൽ നിൽക്കുമ്പോഴും വളരെ നിർബന്ധപൂർവം പലപ്പോഴും വേദിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള അപൂർവം വളരെ സന്തോഷപൂർവ്വം ഞാൻ ഏറ്റെടുത്ത ഒരു കൃത്യമാണ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം. ഞാനിപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ വൈദ്യശാസ്ത്രത്തെ പറ്റിയൊക്കെ ഏറ്റവും ആധികാരികമായി പറയാൻ കഴിവുള്ള ഡോക്ടർ MS വല്യതാൻ ഇവിടെ ഉള്ളപ്പോൾ ആ വിഷയത്തെ പറ്റിയൊന്നും ഞാൻ മിണ്ടാനേ പാടില്ല. കഷ്ടിച്ച് ഈ സാംസ്കാരിക രംഗത്തെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ വളരെ കുട്ടിക്കാലത്തെ കേട്ട് വളർന്നിട്ടുള്ള കഥകളാണ് വൈദ്യത്തെപ്പറ്റി. ഒരു ഭിഷഗ്വരൻ നമ്മുടെ നാട്ടാചാരമനുസരിച്ച്, നമ്മുടെ പ്രാചീനതയനുസരിച്ച് എല്ലാം അറിയുന്നയാളായിരുന്നു. ഒരു രോഗിയെ കാണാതെ പോലും രോഗവിവരം രോഗിയെ കാണിക്കാൻ വേണ്ടി വിളിക്കാൻ വരുന്ന ആളിനെ അയാളുടെ മുഖലക്ഷണം കണ്ട്, അയാളുടെ വേഷം കണ്ട്, അയാൾ വരുന്ന സമയം കണ്ട്, അയാൾ വരുന്ന ദിശ കണ്ട് എന്താണ് രോഗിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന വൈദ്യന്മാർ, ഭിഷഗ്വരന്മാർ ജീവിച്ചിരുന്ന ഒരു നാടാണ് നമ്മുടേത്. ചിലരൊന്നും ഇനി വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് വിളിക്കാൻ വരുന്നയാളിനെ പറഞ്ഞ് മടക്കി അയച്ചിട്ടുള്ള അനുഭവങ്ങളുടെ കഥകൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു പക്ഷേ നമ്മുടെ രീതിയുമായിട്ട് വളരെ വ്യത്യാസമാണ്. നമ്മുടെ ആധുനികമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന രീതികളിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു സമീപനമാണ് ഇതിനെപ്പറ്റി ഉണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ഞാൻ ആധുനിക വൈദ്യശാസ്ത്രത്തെ ഒരു രീതിയിലും മോശമെന്ന് പറയുകയല്ല, മറിച്ച് ഒരു നല്ല ശതമാനം ആളുകൾ രോഗത്തിനാണ് ചികിത്സിക്കുന്നത്, രോഗിക്കല്ല. ഇത് ഒരു രോഗിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ പലപ്പോഴും നമ്മിലൊക്കെ ആശങ്കയുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഭിഷഗ്വരൻ അദ്ദേഹം രോഗികളുമായിട്ട് മാത്രമല്ല ഇടപെടുന്നത്, ജീവിതത്തിന്റെ നാനാ സരണികളെപ്പറ്റി അറിവും പരിചയവും വിവാഹമായിട്ടുള്ള ഉള്ളറിവുമൊക്കെയുള്ള ഒരാൾ. അദ്ദേഹം ഇതിന്റെ മുമ്പിൽ രോഗവും രോഗിയൊക്കെ വളരെ ഒരു പ്രത്യേകതരം മാനം കൈക്കൊള്ളുകയാണ്. നമ്മുടെ സംസ്കാരത്തെപ്പറ്റി പറയുമ്പോഴെല്ലാം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ ഒരു ഘട്ടമാണ് രോഗാതുരത്വം എന്ന് പറയുന്ന ഘട്ടം. നമ്മുടെ യുവത്വം പോലെ തന്നെ പ്രധാനമാണ് രോഗമാകുന്നത്, അതുപോലെ തന്നെ പ്രധാനമാണ് മരണപ്പെടുന്നത്, ജനിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടത്തെപ്പറ്റി നോക്കിയാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സാംസ്കാരികമായി നമ്മുടെ ആ കാലഘട്ടത്തിൽ നമ്മൾ ഒക്കെ കാണുന്നത്, ആ കാലഘട്ടത്തിൽ നമ്മുടെ പെരുമാറ്റങ്ങൾ, ഇതൊക്കെ ചേർന്നാണ് ശരിക്കും പറഞ്ഞാൽ സംസ്കാരം ഉണ്ടാകുന്നത്. ജീവിക്കലിൽ നിന്ന് സംസ്കാരത്തിന്റെ ഓരോ നമ്മുടേതായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള പല ഭംഗികളും പല മേന്മകളും പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് തോന്നാറുണ്ട്. ചില കുട്ടികളൊക്കെ, കൊച്ചുകുട്ടികളൊക്കെ പങ്കെടുക്കുന്ന എനിക്ക് വളരെ ഇഷ്ടമാണ് കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ ചേർന്നിട്ടുള്ള ചില പരിപാടികളിൽ അപൂർവമായിട്ട് പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള അനുഭവം, 8ഉം 10ഉം ഒക്കെ വയസ്സുള്ള പെൺകുട്ടികൾ പോലും നമ്മളെ കാണുമ്പോൾ ആദ്യമായിട്ട് നേരെ കൈ നീട്ടി വരികയാണ് ഷേക്ക് ഹാൻഡ് ചെയ്യാനായിട്ട്.
ഞാനൊരു പഴയ ആളായതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ആ കുട്ടിയോട് പറയും, മോളെ, ഷേക്ക് ഹാൻഡ് ചെയ്യല്ല ചെയ്യേണ്ടത്, നീ മുതിർന്നവരെ കണ്ടാൽ തൊഴുകയാണ് വേണ്ടത് എന്ന് പറയും. ഒരുപക്ഷെ ആ കുട്ടിക്ക് ഇച്ഛാഭംഗം ഉണ്ടായിക്കാണാം. എങ്കിലും നമ്മുടെ ഒരു സംസ്കാരം നോക്കി എന്തുകൊണ്ടാണ് നമ്മൾ ഷേക്ക് ഹാൻഡ് ചെയ്യാതെ ഒരാളെ കാണുമ്പോൾ നമ്മൾ തൊഴുന്നത്, ബഹുമാനിക്കുന്നത് എന്നതിനെപ്പറ്റി ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് അറിഞ്ഞുകൊള്ളു. ഒരുപക്ഷെ നമ്മുടെ കാലാവസ്ഥ കൊണ്ട്, നമ്മുടെ ഈ ഉഷ്ണം കൊണ്ട് വേറൊരാളുടെ കൈ പിടിക്കുന്നത് അത്ര ആരോഗ്യകരമായ ഒരു കാര്യമല്ല. ഒരുപക്ഷെ വേറൊരാളുടെ കൈ എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയില്ല ആ കൈ എത്തരം കൈയാണെന്നുള്ളത്, ഏതുതരം ദുഷ്കൃത്യങ്ങൾ ചെയ്ത കൈയാണെന്നുള്ളത്, ഏതുതരം കൈയാണ് ഇയാൾ കൊണ്ടു നടക്കുന്നത് എന്ന് ഇപ്പോഴും നമ്മൾ സംശയത്തോടെ വേണം കാണാൻ. ഏതുതരം അഴുക്കാണ് അതിലുള്ളത് എന്ന് നമുക്ക് അറിഞ്ഞുകൊള്ളാം. അപ്പൊ ഏറ്റവും സുന്ദരമായ ഒരു രീതി നമുക്കുണ്ട്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു രീതിയുണ്ട്. മുതിർന്നവരെ ബഹുമാനിക്കവരെ കണ്ടാൽ തൊഴുക. അതുപോലെ തന്നെ ചില അപൂർവ സ്ഥലങ്ങളിൽ സമ്മാന വിതരണം നടക്കുമ്പോൾ കുട്ടികൾ നേരെ വന്ന് ഇങ്ങനെ സമ്മാനം കൊടുക്കുന്ന ആളിന്റെ വരെ ഇങ്ങനെ സ്റ്റഡിയായിട്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, ഈ കൊടുക്കുന്ന ആളിനെ വന്നിച്ച് വേണം വാങ്ങാൻ എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സ്കൂൾ മാസ്റ്ററുടെ ഡ്രില്ലിൽ കൂടി കടന്നു പോയിട്ട് വേണം ഈ കുട്ടികൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ. നമ്മുടെ സമൂഹത്തിൽ ഇതാണ് പരിഷ്കാരം എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ വിദേശത്ത് നിന്ന് നമ്മുടെ നാട്ടില് അനുകരിക്കാൻ കൊള്ളാവുന്നതായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ഇതൊക്കെയാണ് പരിഷ്കാരത്തിന്റെ ഭാഗങ്ങളായിട്ട് കാണുന്നത്. മുതിർന്നവരെ കണ്ടാൽ ബഹുമാനിക്കുക, അവരെ കണ്ടാൽ എഴുന്നേൽക്കുക, കുറഞ്ഞ പക്ഷം. ഇതൊക്കെ കുറഞ്ഞു വരികയാണ്. ഇത് ഏതെങ്കിലും പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു രീതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ തെറ്റായ രീതിയിൽ അതിനെ മനസ്സിലാക്കി അനുകരിക്കുകയാണ് ഇന്ന് നമ്മൾ നടക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും നമ്മുടേതായ പലതിനെയും നമ്മൾ എത്രയോ മഹത്തരമായിട്ടുള്ള നമ്മുടെ ജീവിത വീക്ഷണത്തെ മൊത്തം മറന്നിട്ട് നമ്മൾ ഏതിന്റെയോ നമുക്ക് നേരെ മനസ്സിലായിട്ടില്ലാത്ത, നേരെ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളുടെ പുറകെ അന്ധമായി പിന്തുടരുന്നതായി തോന്നുന്നു. ഈ ഒരു സംസ്കാരത്തിന്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഈ ചെറിയ കാര്യങ്ങളിൽ മാത്രമല്ല, പക്ഷെ ചെറിയ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് വൈകുന്നേരം ഒരു വീടിന്റെ മുമ്പിൽ ഒരു ഹിന്ദു കുടുംബത്തിലാണെങ്കിൽ ഒരു നിലവിളക്ക് കൊളുത്തുന്നത്? എന്തിനാണ് ഈശ്വരനാമം ചെയ്യുന്നത്? ഇതിനെപ്പറ്റിയൊക്കെ കുട്ടികൾക്ക് അറിയണം. അത് പരിഷ്കാരത്തിന്റെ ഭാഗമല്ലാതായി മാറുന്നത് ശരിക്കും പറഞ്ഞാലേ നമുക്ക് വളരെ ദോഷം ചെയ്യും എന്ന് വേണം പറയാൻ. ഇത് ഇന്ന മതമൊന്നുമില്ല. ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും അങ്ങനെ ഒരു ഉയർന്ന ഒരു ശക്തിയിൽ, അങ്ങനെയുള്ള ഒരു പ്രഭയിൽ, അങ്ങനെയുള്ള ഒരു പരമോന്നതിയിൽ നമുക്ക് അതിന്റെ മുമ്പിൽ നമ്മൾ വളരെ 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 വിനയത്തോടുകൂടി നിൽക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് ഒരു പക്ഷേ നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിഞ്ഞ് നമ്മെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കലയുടെ രംഗത്തായാലും ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ഏറ്റവും വേഗം വിൽക്കുന്നത് എന്ത് എന്നത് ഒരു നേരം കച്ചവടവൽക്കരിക്കപ്പെടുന്ന കലയാണ് നല്ല കല വിശ്വസിക്കുന്നത്. ഇത് ഫാഷൻ ഷോയ്ക്കും മറ്റും നമ്മുടെ ഏറ്റവും മഹത്തരമായ കലാരൂപങ്ങൾ, കഥകളി വേഷം കെട്ടി, കൂടിയാട്ടത്തിന്റെ വേഷം കെട്ടി, തെയ്യത്തിന്റെ വേഷം കെട്ടി പശ്ചാത്തലത്തിൽ ആളുകളെ നിരന്നു നിൽക്കുന്ന കാണുമ്പോൾ ശരിക്കും ഒരു മലയാളി എന്നുള്ള നിലയിൽ എനിക്ക് ലജ്ജ തോന്നിയിട്ടുണ്ട്. ഇത് ഒരിക്കൽ പോലും ഒരു കഥകളി കണ്ടിട്ടില്ലാത്തയാൾ, ഒരിക്കലും ഒരു കൂടിയാട്ടത്തിന്റെ 15 നിമിഷം പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾ, തെയ്യം എന്താണെന്ന് അറിയാത്ത ഒരാൾ, ഇവരൊക്കെയാണ് ഇതിന്റെ വെറും വേഷമായിട്ട് മാത്രം ഇതിനെ തെറ്റിദ്ധരിച്ചിട്ട് ഇത് ആകർഷണ